അപ്പം നമുക്ക് സെഷനിലേക്ക് കടക്കാം. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് വാച്ച്, അല്ലെ? നമ്മൾ ടൈമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ഏകദേശം ആളുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. സോ ഇന്ന് നമുക്ക് സെഷൻ വരുന്നതും വാച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, അജിത് സാറാണ് നമുക്കിന്ന് സെഷൻ എടുക്കാൻ പോകുന്നത്. വാച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് സാറ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അജിത് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. അജിത് സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? യെസ്, വെൽക്കം സർ. ഓക്കെ, വെൽക്കം. താങ്ക് യു. ഓക്കെ, സോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സുപ്രഭാതത്തിൽ, വളരെ മനോഹരമായിട്ടുള്ള ചെറിയ മഴ പൊടിഞ്ഞ് നമുക്ക് എല്ലാവർക്കും നല്ല ഉറക്കത്തിന്റെ ഒരു ഫീല് തരുന്ന, ഒരുപാട് സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, ഒരുപാട് ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, ഒരുപാട് മനോഹര നിമിഷങ്ങൾ നമുക്ക് ഓർക്കാൻ തരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സുപ്രഭാതത്തിലേക്ക് നമ്മൾ വഴുതി വീണിരിക്കുകയാണ്. അപ്പൊ ഇന്നേ ദിവസം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമുക്ക് എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ എന്റെ കയ്യിലൊരു വാച്ച് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, വാച്ച് നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വാച്ച് നമ്മളെ കൊണ്ട് ഓർമ്മകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വാച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ വാച്ചിന്റെ ആഴങ്ങളിലേക്കോ നമ്മൾ പലപ്പോഴും കടന്നു ചെന്നിട്ടില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വാച്ചിനെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. അതും എല്ലാവരും ഒന്നും സംസാരിക്കുന്ന സാധനമല്ലല്ലോ വാച്ച് എന്ന് പറഞ്ഞാൽ. ഈ വാച്ച് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പകർന്നു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ഒരുപാട് കോണ്ടന്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ വാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതപ്പെടുന്ന വസ്തു എന്താ? ഒരു വാച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വസ്തു എന്താ? ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഡയലാണ്. വാച്ചിന്റെ ഡയലാണ്. ഓക്കെ, യെസ്. ഒരു വാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ എഞ്ചിൻ പാർട്ടാണ്. റൈറ്റ്, സാർ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഈ വാച്ചിന്റെ എഞ്ചിനെ ആരും കാണാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല, ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് വാച്ചിന്റെ പുറമോടിയാണ്, അതിന്റെ പുറത്തെ കണ്ടന്റ് ആണ്, അതിന്റെ നമ്മുടെ ആരോ മാർക്കുകളുടെ ഭംഗിയാണ്, അതിന്റെ മുകളിലിട്ടിരിക്കുന്ന ഗ്ലാസിന്റെ പവറാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന എഞ്ചിന്റെ ശേഷിയോ പരമാർത്ഥതയോ പലപ്പോഴും നമ്മൾ കാണാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചില ബ്രാൻഡുകൾ മേടിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, കൃത്യമായിട്ട് പറഞ്ഞാൽ ആ എഞ്ചിന്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എഞ്ചിൻ നല്ലതാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നതും ഈ പറയുന്ന എഞ്ചിന്റെ പവറാണ്. നമ്മൾ പുറംമൂടിയില് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഭംഗിയില് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തുമാത്രം കാമ്പുണ്ട്, അതിനുള്ളിൽ എന്തുമാത്രം ആ എഞ്ചിന് ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ വളരാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. ബിക്കോസ് എഞ്ചിൻ ഇസ് ദ പവർഫുൾ തിങ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്. നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം, നമ്മൾ ഭയങ്കര സാമ്പത്തികമുള്ളവരായിരിക്കാം, ഉയർന്ന സ്ഥിതിയിൽ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ നമ്മുടെ എഞ്ചിൻ ആയിരിക്കുന്ന നമ്മുടെ മനസ്സ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, അത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, എത്രമേൽ സമ്പത്തിന് മുകളിൽ കിടന്നുറങ്ങിയാലും, എത്രമേൽ സമ്പാദ്യം നേടിയാലും, എത്രമേൽ ലക്ഷറീസ് ആയിട്ട് നമ്മൾ ജീവിച്ചാലും, ആ മനസ്സെന്ന് പറയുന്ന എഞ്ചിൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, അതിൽ സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള പുറമുടിയിലെ വാച്ചിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ വാച്ചിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, റൈറ്റ്? നമ്മള് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടിയാണ് എപ്പോഴും വാച്ച് നോക്കാറുള്ളത്. ഈ വാച്ചിനകത്ത് എപ്പോഴും സ്ക്രാച്ചസ് വീഴും, അതിലെപ്പോഴും പരിക്കുകൾ സംഭവിക്കും, റൈറ്റ്? ഈ സ്ക്രാച്ചസും ഈ പരിക്കുകളും ഒന്നും എല്ലാവരും കാണാനോ അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കാനോ ആഗ്രഹിക്കുന്നില്ല. ദീസ് ആർ ഓൾ അവർ ഹാർഡ് വർക്ക്സ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്കുകളാണ് ഇതെല്ലാം. ഈ സക്സസിനെക്കാളും ഒക്കെ അപ്പുറത്ത്, നമ്മൾ കാണുന്ന വലിയ സക്സസിന്റെയും വലിയ ലോകത്തിന്റെയും ഒക്കെ അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്ക്രാച്ചസ്, നമ്മൾ നേരിട്ട ഹാർഡ് വർക്കുകൾ, അതിനെ കുറിച്ചെല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അതൊന്നും ആരും കാണാൻ ആഗ്രഹിക്കുന്നില്ല, അതൊന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നമ്മുടെ സക്സസുകൾ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഫെയിലിയേഴ്സ് പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് സക്സസുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഫെയിലിയേഴ്സ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം സക്സസ് എന്ന് പറയുന്നത് 10ഓ 20ഓ ട്രയൽ ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഫെയിലിയേഴ്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് നേടിത്തരുന്ന ഇൻസൈറ്റുകൾ, നമുക്ക് നേടിത്തരുന്ന അറിവുകൾ, നമ്മുടെ മനസ്സിലോട്ട് മനസ്സിലാക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം വലുതാണ്. ഇതെല്ലാം വളരെ വലുതാണ്. അപ്പോൾ പലപ്പോഴും സക്സസുകൾ നമുക്ക് സമൂഹത്തിന്റെ അംഗീകാരം നേടിത്തരുന്നു, സമൂഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു 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 സ്നേഹം നേടിത്തരുന്നു. ഇതെല്ലാം നേടിത്തരുമ്പോഴും ഫെയിലിയേഴ്സിന് ഇതൊന്നും നേടിത്തരാൻ സാധിക്കുന്നില്ല. പക്ഷെ ഹാസ് എ ഹ്യൂമൻ ബീങ്, നമ്മുടെ മനസ്സാകുന്ന ആ എഞ്ചിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇന്ധനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഞാൻ ഇന്നായിരിക്കുന്ന മനുഷ്യൻ ഞാൻ ഇന്നായിരിക്കുന്ന രീതിയിലായിരിക്കണമെന്നുണ്ടെങ്കിൽ, എന്റെ മനസ്സിനൊക്കെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത് എന്റെ സക്സസിനേക്കാൾ കൂടുതൽ എന്റെ ഫെയിലിയേഴ്സ് ആണ്. ആ ഫെയിലിയേഴ്സിനെ നമ്മൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. ബിക്കോസ് നമ്മൾ നമ്മുടെ ഉണ്ടാകുന്ന സ്ക്രാച്ചുകൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വാച്ചിൽ ഉണ്ടാകുന്ന സ്ക്രാച്ചുകൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ക്രാച്ചുകളെല്ലാം നമ്മൾ മടക്കി വെക്കുകയാണ്. ആ സ്ക്രാച്ചുകളെല്ലാം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ആ സ്ക്രാച്ചുകളെല്ലാം നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. എഞ്ചിൻ എത്ര നല്ലതാണോ അതിനനുസരിച്ച്, അതായത് നമ്മുടെ മനസ്സ് എത്ര നല്ലതാണോ അതിനനുസരിച്ച് വലിയ സ്വപ്നങ്ങളും വലിയ ചിന്താഗതികളും വലിയ ആശയങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴും നമ്മളെ പാകപ്പെടുത്താൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന നമ്മുടെ ഫെയിലിയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള എന്ന വസ്തുത നമ്മൾ പലപ്പോഴും മറക്കുന്നുണ്ട്. ഒരു വാച്ചിന്റെ എഞ്ചിനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും ചെറിയ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ല, നമ്മൾ കാണുന്ന പോലും ഉണ്ടാവില്ല. നമ്മളൊരു വലിയ പിക്ചർ എടുക്കുമ്പോൾ, ആ വാച്ച് എന്ന് പറയുന്ന ഒരു വലിയ പിക്ചർ എടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ചെറുതായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ നമ്മൾ കാണാതിരിക്കുന്നു. എന്നാൽ ആ സ്ക്രൂ അവിടെ ഇല്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മനോഹരമായിട്ടുള്ള വാച്ച് ആണെങ്കിലും, എത്ര മനോഹരമായിട്ടുള്ള എഞ്ചിൻ ആണെങ്കിലും, ആ എഞ്ചിൻ ഓടത്തില്ല ആ ഒരു ചെറിയ സ്ക്രൂ ഇല്ലെന്നുണ്ടെങ്കിൽ. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ വളരെ അപ്രസക്തമെന്ന് കരുതുന്ന, വളരെ അപ്രാപ്യമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ അപ്രധാനമെന്ന് കരുതുന്ന വളരെ ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ് നമ്മളായിരിക്കുന്ന ആ ഹോൾ സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ചെറിയ വ്യക്തികളായിക്കൊള്ളട്ടെ, വലിയ വ്യക്തികളായിക്കൊള്ളട്ടെ, ചെറിയ ഇൻസിഡൻസ് ആയിക്കൊള്ളട്ടെ, വലിയ ഇൻസിഡൻസ് ആയിക്കൊള്ളട്ടെ, ഓരോ ചെറിയ ഇൻസിഡൻസിനും ഓരോ ചെറിയ വ്യക്തികൾക്കും നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും വരെ അത് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ചിലപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ ചെറുതായി എന്ന് കരുതുന്ന ഒരു കാര്യമായിരിക്കാം, നമ്മളൊരു ആവശ്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷെ ആ ആവശ്യമില്ല എന്ന് കരുതുന്ന സാധനത്തിന് പോലും നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദർ ഇസ് നത്തിങ് സ്മോൾ, നത്തിങ് ബിഗ്. ദ തിങ് ഈസ് ദർ ഹൗ ഇമ്പാക്ട്ഫുൾ ദേ ആർ. അത് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ചെറിയൊരു സ്ക്രൂ അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വാച്ച് കൃത്യമായിട്ട് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അഗൈൻ കമ്മിങ് ടു ദ ലൈഫ്, ദ സെയിം തിങ് ഇസ് ഹാപ്പനിങ്. നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴും ഇതേ അവസ്ഥ, ഇതേ കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങൾ വളരെ ചെറുതായിക്കൊള്ളട്ടെ, നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, അത് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ചില വ്യക്തികളായിരിക്കാം, നമ്മൾ മനസ്സിലാക്കുക പോലും ചെയ്യാത്ത ചില വ്യക്തികളായിരിക്കാം. പക്ഷെ അവരുണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതല്ല. ഒരു റൂമില് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ വെക്കുകയാണ്, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കുകയാണ്. ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ആ റൂമിൽ ഇല്ലായിരുന്നെങ്കിൽ ആ റൂം എന്തുമാത്രം വൃത്തികേടായേനെ. വളരെ ചെറിയൊരു സാധനം, വളരെ റൂമിന്റെ മൂലക്കിരിക്കുന്ന, ആരാലും പെട്ടെന്നൊന്നും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു വസ്തു. എന്നാൽ ആ വസ്തുവിലെ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പലപ്പോഴും മറക്കാറുണ്ട്. സോ എല്ലാ വസ്തുക്കൾക്കും, എന്ത് സാധനങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു വാല്യൂ ഉണ്ടെന്നും, ആ വാല്യൂ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈഗോ ക്ലാഷുകൾ ഇല്ലാതെ, വലുപ്പ ചെറുപ്പം ഇല്ലാതെ, എലിവൻ വലിയവൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാതെ എല്ലാവരെയും കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു വാച്ചില് 3 സൂചികളാണുള്ളത്. ഒരു ഹവർ സൂചിയുണ്ട്, ഒരു മിനിറ്റ് സൂചിയുണ്ട്, ഒരു സെക്കൻഡ് സൂചിയുണ്ട്, റൈറ്റ്? നമ്മൾ വിചാരിക്കും വാച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചി എന്ന് പറയുന്ന ഹവർ സൂചിയാണ്. കാരണം അത് കൃത്യമായിട്ട് പതുക്കെ 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 പോയി മണിക്കൂറുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കും മിനിറ്റ് സൂചിയാണ്. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് മിനിറ്റുകൾ 10:10 അല്ലെങ്കിൽ 10:05 അല്ലെങ്കിൽ 5:59 എന്ന സമയം നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ഈ വലിയ 2 സൂചികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിന്റെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സൂചിയുണ്ട്. ഓരോ സെക്കൻഡിലും ഖഗാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സൂചിയുണ്ട്.
ആ ഓരോ സെക്കൻഡിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും നേർത്ത, ഏറ്റവും ചെറിയ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു സൂചിയാണ് ബാക്കിയുള്ള 10 മിനിറ്റിന്റെ സൂചി അല്ലെങ്കിൽ മിനിറ്റിന്റെ സൂചിയെയും ഈ പറയുന്ന മണിക്കൂറിന്റെ സൂചിയും ചലിപ്പിക്കാൻ ശേഷിയുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഒരു സെക്കൻഡ് സൂചി അതിന്റെ പണി നിർത്തി കഴിഞ്ഞാൽ 10 മിനിറ്റിന്റെ സൂചിയും പണി നിർത്തും, മണിക്കൂറിന്റെ സൂചിയും പണി നിർത്തും. സോ ഏത് സൂചി, നമ്മൾ പലപ്പോഴും കാണുന്ന പിക്ചർ ആവില്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മൾ നോക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നോക്കുന്നതും നമ്മൾ കാണുന്നതും വലിയ സൂചി രണ്ടെണ്ണമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കൃത്യമായി നമ്മളാൽ ശ്രദ്ധിക്കപ്പെടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന, അധ്വാനിക്കുന്ന ഒരു ചെറിയ സൂചിയും കൂടെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ആ സൂചിയെ തിരിച്ചറിയാറില്ല. ആ വലിയ 2 സൂചികൾ മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുത്തുന്നത്. ആ വലിയ 2 സൂചികൾ കാണുന്ന സമയം മാത്രമാണ് നമ്മൾ നോൽക്കുന്നത്. ആ വലിയ 2 സൂചികൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ആ വലിയ 2 സൂചികൾ കൃത്യമായ സമയം നമുക്ക് നൽകണമെന്നുണ്ടെങ്കിൽ, ആ കൃത്യമായ സമയം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ആ സൂചി ഓടണമെന്നുണ്ടെങ്കിൽ, ആ സൂചിയെ ഓടിക്കാൻ വേണ്ടി 1 മിനിറ്റിൽ ഓടുന്ന അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഓടുന്ന ഒരു സൂചി അഗാധമായി പണിയെടുക്കുന്നത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ലൈഫിലോട്ട് വരുമ്പോഴും ഇതേ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാവില്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന, നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം പുറകിൽ നമ്മൾ കാണാതെ, നമ്മൾ മനസ്സിലാക്കാതെ, നമ്മൾ ശ്രദ്ധിക്കപ്പെടുക പോലും ചെയ്യാതെ നമുക്ക് വേണ്ടി അവരോടുന്നതിനെക്കാട്ടിലും വേഗത്തിൽ, ആ ഹവർ സൂചിയോ മിനിറ്റ് സൂചിയോ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ പുറകിലുണ്ട്, നമ്മൾ കാണാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് വേണ്ടി എന്നും രാവിലെ എഴുന്നേൽക്കുന്ന നമ്മുടെ അമ്മയുണ്ട്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നമ്മുടെ അമ്മമാരുണ്ട്, നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ വൈഫുണ്ട്, നമ്മുടെ ഹസ്ബൻഡ്മാരുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്. പലപ്പോഴും ഇവരൊന്നും ചെയ്യുന്ന പ്രവൃത്തികളിൽ പലതും നമ്മൾ കാണുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് രാവിലെ എഴുന്നേറ്റ് വൈകുന്നത് വരെ നമ്മളൊന്ന് തുമ്മിയാൽ, നമ്മളൊന്ന് കണ്ണടച്ചാൽ, നമ്മളൊന്ന് കരഞ്ഞാൽ, നമ്മുടെ മുഖമൊന്ന് വാടിയാൽ എന്തിനാണ് നീ കരയുന്നത്, എന്തിനാണ് നീ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു വരുന്ന ഒരു അമ്മ നമുക്കുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതും നമ്മൾ ചിന്തിക്കാതെ പോകുന്നതും നമുക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും നമ്മളെ കൊണ്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡ് സൂചിയെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ കാണുന്നത് ആ വലിയ 2 സൂചികൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടി ഓടുന്ന ആ നേർത്ത, ആ വലിയ സൂചി, ആ ചെറിയ സൂചി, നമുക്ക് വേണ്ടി മാത്രം ഓരോ സെക്കൻഡിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സൂചികളൊന്നും തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, തിരിച്ചറിയാൻ നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഒരു വാച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന ഒരുപാട് മറ്റ് അർത്ഥതലങ്ങൾ കൂടിയുണ്ട്. ഒരു വാച്ച് എപ്പോഴെങ്കിലും സ്പീഡിൽ ഓടിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വാച്ച് എപ്പോഴെങ്കിലും സ്പീഡിൽ, ഇന്ന് കുറച്ച് നേരത്തെ എനിക്ക് പണി അവസാനിപ്പിക്കാം, 24 മണിക്കൂർ നേരത്തെ ആക്കിയേക്കാം എന്ന് കരുതി അവർ ആ സ്പീഡ് കൂട്ടിയിട്ട് ആ വാച്ചിനെ ഒരിക്കലും കൊണ്ടുപോകാറില്ല. അത് കൃത്യമായ ഒരു ഇന്റർവെല്ലിലാണ് അതിന് ടിക്കിങ് നടത്താറുള്ളത്. ഇറ്റ്സ് കൺസിസ്റ്റൻസ്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എപ്പോഴും വാച്ചുകൾ മുന്നോട്ട് വെക്കാറുള്ളത്. ആ വാച്ച് ഒരിക്കലും അതിവേഗത്തിൽ പോകാറില്ല, പതുക്കെയും പോകാറില്ല. അങ്ങനെ പോകുന്ന വാച്ചുകൾ നമ്മളെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാറാണ് പതിവ്. ദർ ഈസ് ഓൾവേസ് എ ടൈം ഫോർ എവറിഥിങ്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതും ഒരു ഓവർനൈറ്റ് സക്സസ് ആണ്. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ വലിയ കോടീശ്വരനാകുന്നു, വലിയ വ്യക്തിയാകുന്നു, വലിയ സെലിബ്രിറ്റി ആകുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലത്തിൽ അല്ലെങ്കിൽ വിചാരിക്കാത്ത തലത്തിലേക്ക് വളരെ ഉന്നത രീതിയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വി ആർ ഓൾ ലുക്കിംഗ് ഫോർ ആൻ ഓവർനൈറ്റ് സക്സസ്, വൺ ഡേ സക്സസ്. ഈ മുളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുള നട്ട് കഴിഞ്ഞ് വളർത്തി കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ടൊന്നും കാണത്തില്ല, പൊക്കത്തോട്ടൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വെളിയിലോട്ടൊന്നും വരുന്നില്ലെങ്കിലും ഉയരങ്ങളിലേക്കൊന്നും പൊന്തുന്നില്ലെങ്കിലും അത് അതിന്റെ റൂട്ടുകൾ, അതിന്റെ ആഴങ്ങളിലേക്ക് വലിയ വലിയ വേരുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓവർനൈറ്റ് സക്സസ് ആർ ബബിൾ. ഒരു ബബിൾ ആണ്. ഒരു ബബിള് എത്ര എളുപ്പത്തിൽ പൊട്ടാൻ സാധിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഒരു ഓവർനൈറ്റ് സക്സസിനും സംഭവിക്കുന്നത്. ഒരു വലിയ വിജയം നമുക്ക് നേടിക്കഴിഞ്ഞാൽ, ഒരു ഓവർനൈറ്റ് ആയിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, വലിയ റഷിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന സക്സസ് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അത് അംഗീകരിക്കാൻ, അതുമായിട്ട് കോപ്പ് ചെയ്യാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ബബിൾ ആയിട്ടിരിക്കുന്ന വലിയ സക്സസുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ, നമുക്കത് മനക്കരുത്തില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ബ്രേക്ക് ആക്കപ്പെടുന്നത്. എന്നാൽ അതേസമയം
സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജും വന്ന് അത് ആസ്വദിച്ച് അതിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വലിയ വലിയ അംഗീകാരങ്ങൾ വരുമ്പോൾ അത് നേടിയെടുക്കാനും അത് മനസ്സിലാക്കാനും അത് താങ്ങാനുമുള്ള ശേഷി നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് മോർ ഓവർ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും ഒരു ഓവർനൈറ്റ് സക്സസിനേക്കാളും അപ്പുറത്ത് സക്സസ് എന്ന് പറയുന്ന ഒരു ഗ്രാജുവൽ സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നുപോയി വരുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും നമ്മൾ വീഴത്തില്ല, തളരത്തില്ല. ബിക്കോസ് നമ്മൾ വന്നത് തീയിൽ കുരുത്തിട്ടല്ല, വെയിലിൽ കുരുത്തിട്ടല്ല, നമ്മൾ തീയിൽ ചവിട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ പ്രകോപനങ്ങൾ വന്നാലും ചെറിയ ചെറിയ പാരകൾ വന്നാൽ പോലും അതിനെല്ലാം തരണം ചെയ്ത് വലിയ ശക്തിയിൽ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളായി വന്ന നമ്മുടെ വേരുകൾ വളരെ വലുതായിരിക്കണം. നമ്മുടെ വേരുകൾ കൃത്യമായി മണ്ണിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകണം എന്നുള്ളതാണ്. വലിയ സക്സസ് ഉണ്ടായാൽ മാത്രം പോരാ, ആ സക്സസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൊണ്ടാണ്. നമ്മൾ അതിന് യോഗ്യനാണോ എന്നുള്ളതാണ്. ആ യോഗ്യത ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. വാച്ച് ഒരു ദിവസം മാത്രമല്ല പണിയെടുക്കുന്നത്, അത് പണിയെടുക്കുന്നത് 24 മണിക്കൂറും 24 ദിവസവും 12 മാസവും അല്ലെങ്കിൽ 365 ദിവസവും. ഈ പറയുന്ന എല്ലാ ദിവസവും ഒരു വാച്ച് അഗാധമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തുന്നില്ല, സ്ലോ ആക്കുന്നില്ല, അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കുറച്ചു നേരം വിശ്രമിക്കുന്നില്ല, മറിച്ച് സ്പീഡും കൂട്ടുന്നില്ല. തന്റേതായിട്ടുള്ള തനത് ശൈലിയിൽ തന്റേതായിട്ടുള്ള തനത് സ്പീഡിൽ കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ അത് ചലനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ വേഗതയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മൾ കാണുന്ന വലിയ സ്വപ്നങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നേരിടണം എന്ന് പറയുന്നത്. നമ്മൾ യോഗ്യനാണോ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും മുന്നിലുണ്ട്. നമ്മുടെ മുന്നിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ സ്വപ്നത്തിന്റെ അടുത്ത് എത്താൻ നമ്മൾ യോഗ്യനാണോ എന്നുള്ളത്, അത് യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ, ആ യോഗ്യനാവാൻ നമ്മൾ പ്രാപ്തരാകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായി അധ്വാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ടൈം നെവർ റഷസ്, ടൈം നെവർ ഗോസ് ഫോർവേഡ്, ബട്ട് ആർ വി യൂസിങ് ദ ടൈം പ്രോപ്പർലി? എന്റെ കയ്യിലിരിക്കുന്ന ഒരു വാച്ച് അത് ചിലപ്പോൾ 350 രൂപയുള്ള മാത്രം വിലയുള്ള ഒരു വാച്ച് ആയിരിക്കാം. എന്റെ സുഹൃത്തിന്റെ കയ്യിലിരിക്കുന്ന റോളക്സ് എന്ന് പറയുന്ന വാച്ച് ചിലപ്പോൾ ഒരു 2 കോടി അല്ലെങ്കിൽ 1 കോടി വിലയുള്ള വലിയ മൂല്യമുള്ള ഒരു വാച്ച് ആയിരിക്കാം. പക്ഷെ എന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിലും അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന്റെയും സമയം എന്ന് പറയുന്നത് ഒരേ സമയമാണ്. അതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ഒന്ന് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ചെറിയ വിലയുള്ള ഒരു വാച്ച് കെട്ടേണ്ടി വന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ലക്ഷൂറിയസ് ഉള്ള ഒരു വാച്ച് കെട്ടാൻ പറ്റി? ഒറ്റ റീസണേ ഉള്ളൂ. എനിക്ക് കിട്ടിയ 24 മണിക്കൂർ ഞാൻ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, എന്റെ സമയം കൃത്യമായിട്ട് വന്നില്ല എന്നുള്ളതിനാൽ തന്നെ എനിക്ക് വലിയ വിലയുള്ള വാച്ച് മേടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം എന്റെ സുഹൃത്തിന് കൃത്യമായ അവന്റെ സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന വലിയ റോളക്സുകൾ മേടിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. എല്ലാവർക്കും ഒരേ സമയമാണ്. ഇറ്റ്സ് ജസ്റ്റ് ദി 24 hours. ആ സമയം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും. സമയം എന്ന് പറയുന്നത് ഒരു യുദ്ധ വീരന്റെ കയ്യിലെ, ഒരു പടയാളിയുടെ കയ്യിലെ യുദ്ധ സാമഗ്രി പോലെയാണ്. നമ്മുടെ കയ്യിലിരിക്കും തോറും അത് തീർന്നു പോകും. എന്നാൽ തീർന്നു പോകുന്നതിന് മുമ്പേ നമ്മൾ അത് വെച്ച് പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളും തീർന്നു പോകും. സോ എങ്ങനെ പ്രയോഗിക്കണം, എവിടെ പ്രയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. പൊതുവെ പറയാറുണ്ട്, അവർ വേർഡ്സ്, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വേർഡ്സ്, നമ്മുടെ വേർഡ്സുകളാണ് നമ്മുടെ ആക്ഷൻ, നമ്മുടെ ആക്ഷൻസ് ആണ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ക്യാരക്ടറാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് അവർ ഫ്യൂച്ചർ. വാച്ച് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഒരു എക്സ്പാൻഷൻ നമ്മൾ നോക്കിയാലും, W stands for words, A stands for action, T stands for thought, C stands for character, and H stands for heart. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ കണക്ട് ചെയ്ത് ഒരുപോലെ മുന്നോട്ട് പോകാൻ, ഒരുപോലെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ വാച്ച് നൽകുന്ന മെസ്സേജ് ചെറുതൊന്നുമല്ല. ആ വാച്ചിൽ ജീവിതത്തിലെ പല നേർത്ത സത്യങ്ങളും നമുക്ക് തുറന്നു നൽകാൻ സാധിക്കുന്നുണ്ട് എന്ന മനസ്സിലാക്കലും എന്ന വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഓരോ സമയവും വാച്ചിന്റെ ടിക്കുകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമയവും കൗണ്ട് ഡൗൺ ചെയ്യപ്പെടുന്നു, നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകാൻ ചോദിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദിസ് ഇസ് മീ അജിത് ജിജോ സൈനിങ് ഓഫ് ഫോർ ദ ഡേ ആൻഡ് ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു സമയവും നേർന്നുകൊണ്ട് ഇന്നേ ദിവസത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു അജിത് സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. വാച്ചിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. സോ എന്താണ് ടീം ഞങ്ങൾക്ക് പറയാനുള്ളത്? ഓരോരുത്തരായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. Hi, Magic Morning.
മാജിക് മോർണിംഗ് ബഷീർ സർ. മാജിക് മോർണിംഗ്. ഞാന് 19 കൊല്ലമായി വാച്ചിന്റെ ഫീൽഡിലായിരുന്നു. വാച്ചിന്റെ റിപ്പയറിങ്ങും സെയിൽസും ഒക്കെ ആയിട്ട്. പക്ഷെ വാച്ചിന് ഇങ്ങനെ ഒരു അർത്ഥമുള്ളത് എനിക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ. ഏതായാലും താങ്ക് യു സർ. അജിത് സർ നല്ല പ്രസന്റേഷൻ. വാച്ചിനെ പറ്റിയിട്ട്, വാച്ച് നമ്മളെ ലൈഫിനായിട്ട് കമ്പയർ ചെയ്തിട്ട് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. ഹായ് സർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. ഞാൻ ഇപ്പോഴും വാച്ച് ഫീൽഡിൽ തന്നെയാണ്. അതെ, ചെറിയൊരു വാച്ച് ഷോപ്പ് ഉണ്ട് പാലാരിവട്ടത്ത്. അല്ലേ? അപ്പൊ ഈ വാച്ചിന്റെ ഡെഫിനേഷൻ ആക്ച്വലി അറിയില്ലായിരുന്നു, ഇതുവരെ കേട്ടിട്ടില്ല. അതും കേൾക്കാനിടയായി, വളരെ നന്നായിരുന്നു. പിന്നെ ചെറിയൊരു ഇതും കൂടി സംശയം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. ഈ പുതിയ വാച്ചുകൾ വരുന്നത് മുഴുവൻ ഇപ്പോ ടൈറ്റാൻ അല്ലെങ്കിൽ അജന്ത ക്ലോക്സ് ഒക്കെ വരുമ്പോൾ മുഴുവനും ഈ 10 എന്നുള്ളത് ചില ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുമായിരിക്കും. ഇതുവരെ അത് തുറന്നു നോക്കാൻ പറ്റിയിട്ടില്ല. സൂചി എപ്പോഴും അവർ ഇട്ട് വരുന്നത് 10 എന്നുള്ള ഒരു പോയിന്റിലാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല സർ, എനിക്ക് ഐഡിയ ഇല്ല അതിനെ കുറിച്ച്. ഇല്ല. ഓക്കെ, റൈറ്റ്. കുഴപ്പമില്ല, ജസ്റ്റ് ചോദിക്കുന്നു മാത്രം. അതിന് പണ്ട് പറഞ്ഞിരുന്ന ഏതൊരു ഒരാളെ മരണത്തിന്റെ ആ എക്സാക്ട് ടൈമിംഗ് ആണ്. പക്ഷെ അതൊന്നും ശരിയില്ല. പക്ഷെ വാച്ചിന്റെ ഫുൾ അപ്പിയറൻസ് കാണണമെങ്കിൽ അത് ആ സൂചി ആ പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് അറിയാന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. ക്ലിയർ വിസിബിലിറ്റി അല്ലേ? അതെ, ക്ലിയർ വിസിബിലിറ്റി. അതെ, അത് തന്നെയാണ് ശരി. പല ബ്രാൻഡിനും അതിന്റെ ബ്രാൻഡിങ് വരുന്നത് വലത് സൈഡിലോ താഴെയോ ഇടത് സൈഡിലോ ഒക്കെയാണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സൂചി വരുന്ന സമയത്ത് വിസിബിലിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച് സർ. നൈസ് ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു മൂർത്തി സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തതാരെ പറഞ്ഞോളൂ. ഞാൻ പേര് വിളിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. മണി സർ. വാച്ചിന്റെ എക്സ്പാൻഷനിൽ ഏറ്റവും അവസാനത്തെ എച്ച് എന്തുവായിരുന്നു പറഞ്ഞത്? ഹാർട്ട്, മനസ്സ്. ഓക്കെ. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ് സർ, നല്ലൊരു പ്രസന്റേഷൻ, ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. നല്ല ഒഴുക്കോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വാച്ചിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലേ, വാച്ചിന്റെ മെക്കാനിസത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ വാച്ചിന്റെ ഡയറി അപ്പിയറൻസ്, ഓരോ മിനിറ്റ് സൂചി അല്ലെങ്കിൽ മറ്റേ ഹവർ സൂചി അല്ലെങ്കിൽ സെക്കൻഡ് സൂചി, അതിന്റെ ഒക്കെ പ്രാധാന്യം നമ്മളെ ലൈഫിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പം നമ്മളെ മെക്കാനിസത്തിൽ വരുന്ന ഏറ്റവും ചെറിയ സ്ക്രൂവിന് ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിന് അതിന്റെ റോൾ എന്താന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ സെക്കൻഡ് സൂചിന്റെ ഒരു കാര്യം സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട്, അപ്പൊ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പലരും, അമ്മമാരായാലും ശരി അച്ഛനമാരായാലും ശരി, അവര് നിശബ്ദമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം ഓർമ്മപ്പെടുത്തിയതിന് വളരെ നന്ദി. അത് നമുക്കറിയാമെങ്കിലും വളരെയേറെ ഒരു കമ്പാരിസൺ വളരെ ശരിയായിരുന്നു. അപ്പം വാച്ചിന്റെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി അത് ലൈഫിൽ നമ്മൾ എങ്ങനെ വിട്ടുപോകുന്ന പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ നന്ദി പറയാണ്. പിന്നെ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു സന്തോഷം തോന്നുന്ന കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങിയ ഒരു ഷോപ്പ് വാച്ചിന്റെ ഷോപ്പാണെന്നുള്ള. അതിപ്പോ നമ്മളെ സുഹൃത്ത് അവിടെ ഇരിക്കേണ്ട അയാൾക്ക് മനസ്സിലാവും. കാരണം ഒരു 10-50 കൊല്ലം മുതലേ ഉള്ള ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നതിന് നന്ദി പറയാണ്. ഒരു കോഴിക്കോടുള്ള ഒരു വാച്ച് കമ്പനിയിൽ 10-20ഓളം വർക്കേഴ്സ് ഉള്ള ഒരു വാച്ച് കമ്പനിയിലുള്ള ഒരു വ്യക്തി വേറെ ഒരു ഷോപ്പ് തുടങ്ങി, അവരെ മകൻ വീണ്ടും അതിന് ഉഷാറാക്കി വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയതിന് അത് കാണാൻ സാധിച്ച ഒരു ഭാഗ്യം കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ഇത് തൽക്കാലം മരവിപ്പിച്ചെങ്കിലും മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരുമല്ല, നമ്മളെ കൂടെയുള്ള വ്യക്തി തന്നെയാണ്. കാരണം ഇപ്പം മുമ്പ് സംസാരിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അതിന്റെ ഓരോ ഭാഗങ്ങളും പലപ്പോഴും കാണാനും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലേക്കുള്ള ഒരു കമ്പാരിസൺ
നമ്മുടെ ലൈഫിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും, നമുക്ക് എങ്ങനെ ഇതിനകത്ത് മുന്നോട്ട് പോകാനും പല അറിവുകളും ആ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. അതിന് വളരെ നന്ദി പറയാണ് സാർ. ബ്യൂട്ടിഫുൾ ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു മണി സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആരാ പറയാൻ വരുന്നേ? ദിവ്യ മാം. മാജിക് മോർണിംഗ് സർ. മാജിക് നല്ലൊരു മോർണിംഗ്. ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സമയത്തെ കുറിച്ച് എന്താ പറയാ, പുതിയൊരു അവബോധം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ സമയത്തെ കുറിച്ച് പറഞ്ഞു തന്നു. സത്യത്തിൽ സമയത്തിലൂടെ തന്നെ എന്താ പറയാ, ഉറച്ച ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങളെ വരെ കീഴടക്കാമെന്ന് വരെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് സമയം. അപ്പോൾ സമയത്തിലൂടെ കൺസിസ്റ്റൻസിയെ കുറിച്ച് മനസ്സിലാക്കി തന്നു. നിശ്ചലമായ ഒരു കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് പോലും അതിനൊരു ചലനം ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ കൂടി ഈ എന്താ പറയാ വാച്ചിന് സാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്, നല്ല പ്രസന്റേഷൻ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു ദിവ്യ മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഷില മാം. ഓക്കെ, മാജിക് മോർണിംഗ് സാർ. എല്ലാവർക്കും മാജിക് മോർണിംഗ്. തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ലൈഫിനെ വാച്ചിനോടൊന്ന് കമ്പയർ ചെയ്തേക്കുകയാണ് ശരിക്കും. നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ എങ്ങനെ നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യണം, അത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ പ്രോഗ്രസ് അല്ലെങ്കിൽ സക്സസ് ഉണ്ടാകുന്നു. യൂട്ടിലൈസ് ചെയ്യാത്തവർക്ക് അത്രയും എത്താനും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പഴയപടി തന്നെ നിൽക്കാനുമാണ് സാധിക്കുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ആ വാച്ചിന്റെ ആ എക്സ്പ്ലനേഷൻ അത് വളരെ ടച്ചിങ് ആയിരുന്നു. ഇതുവരെയായിട്ടും അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ജീവിതത്തിൽ പകർത്താൻ മാക്സിമം ശ്രമിക്കും. താങ്ക് യു. നല്ലൊരു ക്ലാസ്. ഓക്കെ സാറേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു ഷില മാം. ഓക്കെ, പീന മാം. ലൈഫില് ഓരോ വാച്ചിൻ്റെ അകത്തുള്ള ഓരോ സൂചികളും ലൈഫിലായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു. താങ്ക് യു. സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, മണിക്കൂർ സൂചിയൊക്കെ ആയിട്ട് താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ബീന മാം. ഓക്കെ, ഷൈനി മാം കേൾക്കുന്നുണ്ടോ? മോർണിംഗ് സാർ. ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ സാറേ. ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ഉപയോഗിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വാച്ചിന്റെ ഫുൾഫോം എന്നാലും ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അത് ആദ്യമായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫുമായിട്ട് ഇത്രത്തോളം കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്, ഈ ഒരു വാച്ച് ഇത്രത്തോളം കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ക്ലാസ് കേട്ടതിലൂടെയാണ് അത് മനസ്സിലായത്. അതുപോലെ തന്നെ ഒരു വാച്ചിന്റെ തന്നെ ചലനത്തിലൂടെ എങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ സാർ. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? സാർ ആ ഡബ്ല്യു എന്തായാലും സാർ പറഞ്ഞത്? ഡബ്ല്യു വേർഡ്സ്. വേർഡ്സ് ആണ്. ഓക്കെ, വിൻസെന്റ് സാർ കേൾക്കുന്നുണ്ടോ?
Vincent sir. Okay. Sheeta ma'am. Fine. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ മെമ്പേഴ്സിന്റെ കൗണ്ട് വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. മേ ബി മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവാം, നെറ്റ്വർക്ക് ഇഷ്യൂ ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാവാം. എന്തായാലും എല്ലാ മെമ്പേഴ്സുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്നാലും സെഷൻ വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ അജിത് സാർ അടുത്ത്? ഇല്ല. ഓക്കെ, നല്ലൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു അജിത് സാർ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇനിയും ഇതുപോലത്തെ സെഷൻസ് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ അജിത് സാർ? യെസ് മാം, യെസ് മാം. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത് പരിചയപ്പെടുത്തിയാൽ തിരക്കട്ടില്ല. അയ്യോ, ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, എന്റെ പേര് അജിത്ത് എന്നാണ്. അജിത്ത് ജിജോ. പെരിന്തൽമണ്ണയാണ് സ്ഥലം, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. മോണ്ടി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് MBA കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, Thank you. Thank you, sir. Thank you all. ഓക്കെ, Thank you. Thank ഓക്കെ, you, sir. എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. Thank you, താങ്ക് sir. യു സോ മച്ച്. Thank you, sir. Thank you all. Yes, sir. Yeah.